അടിയാസ് വിജീഷാണ് നമ്മൾ പുറങ്ങി ഇന്ന് നമ്മൾ മറ്റൊരു സൈറ്റും കൂടി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഈ സൈറ്റ് വരുന്നത് ചാവക്കാടാണ്. മിസ്റ്റർ അമീർ എന്ന് പറയുന്ന ആളെ വീടാണ്. ഇത് ഏകദേശം 10 സെൻറ്റിൽ 2800 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇനി അടുത്ത ഇൻറ്റീരിയർ സെക്ഷനിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് നമുക്കിടെ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 6x4 ആണ് ഫ്ലോറിൽ ജോയിൻറ്റ് ഫ്രീ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അർമാനി ബീജ് എന്ന് പറയുന്ന അസർവ ബ്രാൻഡിൽ വരുന്ന ഫ്ലോറിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ത്രെഡ് ഭാഗം കൊടുത്തിട്ടുള്ളത് സ്ട്രിക് ബ്ലാക്ക് പറയുന്നത് ഫ്ലോറിൻ്റെ ത്രെഡും കൊടുത്തിട്ട് ഇത് മൈറ്റർ അടിച്ചിട്ട് ആണ് ചെയ്തിട്ടുള്ളത്. മൈറ്റർ അടിച്ചിട്ട് കോർണർ മാത്രം ജസ്റ്റ് മോൾഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന് 2 സിറ്റൗട്ടാണ്. ഒരു സിറ്റൗട്ട് അവിടെ ഉണ്ട്, പാഷ്യോ പോലെ ഒരു സിറ്റൗട്ടാണ് അവിടെ വരാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഇതിൻ്റെ പോർച്ചൊക്കെ വരാൻ ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് അർമാനി ബീച്ച് ജോയിൻറ്റ് ഫ്രീ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ട് ചെയ്ത് കഴിഞ്ഞാൽ. ജോയിൻറ്റ് ഫ്രീ ആയിട്ട് ചെയ്തിട്ട് നല്ല രസമുണ്ട്. ഈ വീടിൻ്റെ ഓണർ നമ്മളെ അമീർ ഭായി വീടിൻ്റെ പ്ലാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഈ ഒരു കളറാണ് നമുക്കാണ് മനസ്സിലാച്ചത്. അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ജോയിൻറ്റ് ഫ്രീ ആയിട്ട് ചെയ്തപ്പോൾ നമുക്കോട് ഉദ്ദേശിച്ചത് അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റെപ്പ് തന്നെ ഉണ്ടോ. സ്റ്റെപ്പിൽ ഒരുപാട് കൺഫ്യൂഷന് ശേഷമാണ് പിന്നെ നമുക്കുള്ള സ്റ്റെപ്പിൻ്റെ ഈ ഒരു തീരുമാനം എടുത്തത് തന്നെ മതി എന്നുള്ളത്. പക്ഷേ ഇത് നല്ലൊരു കളറായിരുന്നു. ഈ ഒരു സെലക്ട് ചെയ്ത കളറ് നല്ലൊരു കളറായിരുന്നു. റാക്ക് ആറേക്കയിൽ വരുന്ന ഷൈൻ വുഡ് പറയുന്നത് കറക്റ്റ് ഇതിൻ്റെ ജോയിൻറ്റുകളൊക്കെ കറക്റ്റ് പിഗ്മെൻറ്റ് നല്ല മാച്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. റൈസർ ഭാഗം കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ വരുന്ന അർമാനി ബീജിൻ്റെ റൈസറും ഫ്ലോറിൽ ആറേക്കൻ്റെ കൊടുത്തിട്ടുണ്ട്. മൈക്രോൺ ഫസ്റ്റ് ഫ്ലോറാണ്. ഇവിടെ ചെയ്തിട്ടുള്ളത് 1600-700 ബീച്ച് കളറിൽ തന്നെ വരുന്ന ക്രിസ്റ്റൽ ബീച്ച് എന്ന് പറയുന്ന ടൈലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഇവിടെ ഈ സ്റ്റെപ്പിൻ്റെ ഭാഗം ഇവിടെ മൈറ്റർ ചെയ്തുകൊണ്ട് തന്നെ ഈ ഫ്ലോറിൻ്റെ ഈ ഭാഗം കറക്റ്റ് മൈറ്റർ ചെയ്തിട്ട് മടക്കാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു ഇറ്റാലിയൻ മാർബിളൊക്കെ ചെയ്ത ഒരു ഫീലാണ് നേരിട്ട് റിയൽ വ്യൂ കാണുന്നത്. ഇവിടെ ഒരു സീബിലോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സീബിലോയ്ക്ക് ഒരു 15 സെൻറ്റിൻ്റെ ബോർഡർ നമ്മൾ വെച്ചിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ ജിപ്സ് അടിഭാഗത്ത് ചെയ്തുകൊണ്ട് വെള്ളം ബൈ ചാൻസ് എങ്ങനെ പോകാണ്ട് വെള്ളം ഒഴിക്കാതെ ഇരിക്കാനുള്ള രീതിയിലാണ് ഇവിടെ ഒരു 15 mm തിക്നെസ്സിൽ ഉള്ളൊരു ബോർഡറാണ് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഹൈറ്റ് ഉണ്ട് 15 mm തിക്നെസ്സിൽ. ഇതിൻ്റെ മേലെ ഈ ഹാൻഡ് റൈലൊക്കെ വരും. ഇത് ഒരു ഓപ്പൺ ബാൽക്കണിയാണ്. ഇവിടെ ഒരു ഫിക്സഡ് ഗ്ലാസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. പിന്നെ ഇതൊരു ബാൽക്കണി ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് വുഡിൻ്റെ സ്ട്രിപ്പാണ്. സ്ട്രിപ്പ് ഇത് അപ്പോസ് ചെയ്തിട്ടില്ല. ഇവിടെയൊക്കെ മൈക്രോ അടിച്ചിട്ട് പുറത്തുനിന്ന് കാണുമ്പോൾ ആ ഒരു വുഡിൻ്റെ തിക്നെസ് കാണുന്ന രീതിയിൽ തന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ലിവിങ് സ്പേസിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പ്രേ റൂമും ഇവിടെ ഒരു അബ്ലൂഷൻ ഏരിയയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ഫ്ലോറിനോട് ഒരു ടൈലിൻ്റെ കനം താഴെയായിട്ടാണ് ഇത് മാറ്റ് ഫിനിഷ് ഇതിൻ്റെ സെയിം കളർ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ജാളിയാണ്, ഒരു റബ്ബറിൻ്റെ ജാളിയാണ് ഇവിടെ ഇടാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഫ്ലോർ ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാളിലൊക്കെ ഒരു മൊത്തത്തിൽ 6x4 വാളിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ട്രാക്കൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഫ്ലോറിൽ ടൈലിനേക്കാളും ഒരു സെൻറ്റി ഡെപ്ത് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിൻ്റെ മേലെ ഒരു മാറ്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ലെതറിൻ്റെ ഒരു മാറ്റ് ജാളി ടൈപ്പ് അതിൻ്റെ ഇൻസൈഡിലൂടെ വെള്ളം അങ്ങോട്ട് പുറത്തേക്ക് വലിക്കുന്ന രീതിയിലാണ് ട്രാഫിക് വലിക്കുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇതിന് മേലെ ഒരു ജാളി വരും. അപ്പോൾ അതും എത്രയാണ് ആ ജാളീൻ്റെ കനം അതിന് കണക്കാക്കിയിട്ടാണ് ആ ബോർഡറുകളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ആ ജാളി അതിന് ഇരിക്കുമ്പോൾ കറക്റ്റ് ഇതിനോട് ഫ്ലഷ് ആയിട്ടാവും, ഈ ടൈലിനോട് ഫ്ലഷ് ആയിട്ടാവും ഇതിരിക്കുക. ലെബനോൺ അക്വ, ലെബനോൺ ഗ്രേ 2 കളറുകളുടെ കോമ്പിനേഷനാണ്. കൺസീൽ ടാങ്ക് മാത്രം ഹൈലൈറ്റർ ആയിട്ട് കൊടുത്തിട്ട് ഫ്ലോറിൽ സഹാറ ആഷാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ വെറ്റ് ഏരിയയിൽ തന്നെ 2 ട്രാപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഡ്രയർ ചാനലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡ്രയർ ചാനൽ ഉപയോഗിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അതിൻ്റെ ഭംഗി പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രൈൻ്റെ ഫ്ലോ നല്ല സുഗമമായിട്ട് പോയി. അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എർമോസ വൈറ്റും
പ്ലെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ മറ്റൊരു ബാത്റൂമാണ്. ഇവിടെയും ഡ്രൈന് ചാനലാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിൽ വെറ്റും ഡ്രൈ ആയിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിലും അവിടെ 2 ട്രാപ്പുകളും വെറ്റ് ഏരിയയിലും കൊടുത്തിട്ടുണ്ട്, ഡ്രൈ ഏരിയയിലും കൊടുത്തിട്ടുണ്ട് ട്രാപ്പ്.